ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബി ദ ചേഞ്ച് ബൈ രാജ്. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് പകുതി വഴിക്ക് നിന്ന് പോയി നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് തന്ന വാക്കാണ്. നമ്മൾ ഈ വെയിറ്റ് ലോസ് ഫുള്ളായിട്ടും കണ്ടിന്യൂ ചെയ്യും. ഡെയിലി ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഇടും. ഇതൊരു പ്രത്യേക ഒരു ലിമിറ്റ് ടൈം പീരീഡ് ഇല്ല കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ ആ ഒരു ടാർഗറ്റ് എത്തിയാലും എൻ്റെ ഒരു ഡേ എങ്ങനെയാണ് പോകുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കല്യാണത്തിനും എൻ്റെ അനിയത്തിക്കുട്ടിയുടെ സംഗീതം, ഹൽദിയും റിസപ്ഷനും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി റെസ്റ്റ് എടുക്കുന്ന തിരക്കിലായിരുന്നു. മഴയാണ്, തുണി പോലും അലക്കിയതൊന്നും ഉണങ്ങുന്നില്ല. അപ്പോൾ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അടുത്തൊരു എന്താ പറയുക പ്രതീക്ഷിക്കാത്തൊരു ടേണിംഗ് പോയിന്റ് എൻ്റെ ലൈഫിൽ വന്നത്. എനിക്ക് ഈ മാസം ലാസ്റ്റ് തന്നെ തിരിച്ചു പോകണം എന്നുള്ള ടിക്കറ്റ് ഹസ്ബൻഡ് ഇന്നലെ അയച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അറിയാം, നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്ക് വെക്കേഷൻ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുന്ന സമയമാണ്. ടിക്കറ്റിൻ്റെ റേറ്റ് കുത്തനെ കൂടുകയാണ്. ഒരാൾക്ക് തന്നെ 1500 റിയാൽസ് ആണ് നെക്സ്റ്റ് മന്ത് കാണിക്കുന്നത്. അപ്പോൾ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്തായാലും ആ മണി നമുക്ക് സേവ് ചെയ്ത് വെക്കാറ്. അതുകൊണ്ടാണ് ഈ മന്ത് ലാസ്റ്റ് തന്നെ ഞാൻ പോവുകയാണ്. അതിന് മുന്നേ കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തീർക്കാനുണ്ട്. കുറേ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഒന്നും നടക്കുന്ന ലക്ഷണം ഇല്ല. എന്തായാലും എനിക്ക് പറ്റുന്ന പോലെ കുറേ അമ്പലങ്ങളിലൊക്കെ പോകണം, കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിൻ്റെ തിരക്കുകളായിരിക്കും. എന്തായാലും ഇന്ന് മുതൽ ഡെയിലി വ്ളോഗ്സ് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം അതുപോലെ നിങ്ങളും ഫോളോ ചെയ്യുക. ആരും ഡിസ്പാവരുത്. എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം. നിങ്ങളെക്കൊണ്ട് പറ്റാവുന്നത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. എനിക്ക് ഇത്രയും ഏജ് ആയിട്ടുള്ള എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മോട്ടിവേഷൻ കൈവിടരുത്. എനിക്ക് കുറച്ച് മാറ്റങ്ങൾ ഇന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് കുറച്ച് മാറ്റങ്ങൾ തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരാഴ്ച നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഉണ്ട്. എന്തായാലും ഒരുപാട് ഫുഡ് അടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് സാധാരണ നമ്മുടെ റെസ്റ്റോറൻറ്റ്സിൽ കാണുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് മാത്രമേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ബേൺ ചെയ്യാൻ തന്നെ നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിലങ്ങ് കോമ്പൻസേറ്റ് ചെയ്ത് പോയി. എന്തായാലും നമുക്ക് ഇന്നു മുതൽ റീസ്റ്റാർട്ട് ചെയ്യാം. വെയിറ്റ് കാര്യങ്ങളൊക്കെ ഡെയിലി കമൻറ്റ് ചെയ്യുക. പ്രതീക്ഷ കൈവിടരുത്. കൂടിയാലും കുറഞ്ഞാലും നത്തിങ് ടു വറി. ട്രസ്റ്റ് മീ, വി ക്യാൻ ഡു ഇറ്റ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നല്ല മഴയാണ്. അപ്പോൾ ഇന്ന് രാത്രി ഇപ്പോൾ KFC കഴിക്കാൻ പോവാണ്. എന്തായാലും എന്താണ് കഴിക്കുന്നുള്ളത് അടുത്തത് ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ. അപ്പോൾ അതാ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. ഈ മഴയൊക്കെ നമ്മൾ പ്രവാസികൾക്കൊരു വികാരം തന്നെയാണല്ലേ. മഴ എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക, രണ്ടും ഒരേ മീനിങ് ആണ്. എന്നാലും രാവിലെ എഴുന്നേറ്റ് കണ്ണാടിൻ്റെ മുന്നിലൊക്കെ നോക്കുവാണ്. കുറച്ചൊരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് റാംഫാറ്റ് കുറഞ്ഞ പോലെയുണ്ട്. കുറച്ച് വയർ അത്ര ബൾക്കി അല്ല, വന്നത്ര ബൾക്കി ആയിരുന്നില്ല. എന്നാലും മോർ ടു ഗോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചായ കുടിയിലും വെയിറ്റ് നോക്കലും കിടക്കാം. അപ്പോൾ ഇതാ പുതിയ വെയിങ് മെഷീൻ ഞാൻ വാങ്ങിച്ചു. അപ്പം വെയിറ്റ് രാവിലെ നോക്കാൻ പോവാണ്. ഇന്നത്തെ വെയിറ്റ് നമുക്ക് 84.65 ആണ്. ഡേ 1, ഡേ 2, ഡേ 3 അതും കൂടി ഞാൻ അതിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്തേക്കാം. കാലിൻ്റെ അവസ്ഥ അതാണ്. ഇപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തുകൊണ്ട് കാലിൻ്റെ വീക്കം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ അത് രാവിലെ ആസ് യൂഷ്വൽ ഇളം ചൂടുവെള്ളമാണ് ഞാൻ കുടിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശ കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ എന്താണോ അവൈലബിൾ അതെടുത്ത് കഴിക്കുക. ഇവിടെ ഗോതമ്പ് ദോശയായിരുന്നു. എനിക്ക് ഉഴുന്നുപൊടി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചു. 1/2 സ്പൂൺ ഷുഗർ ആട്ടോ. പിന്നെ ഒരു 10-11 മണിയാകുമ്പോഴേക്ക് ഞാൻ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ കഴിച്ചതിന് ശേഷം വീണ്ടും കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഇവിടെ നിന്ന് ഇട്ട ഡ്രസ്സാണ്. ഇതിനൊക്കെ നല്ല മാറ്റം എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ ഓവർ എക്സൈറ്റ്മെൻറ്റിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. 2-3 വട്ടം ഞാൻ ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നു. ചോറ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. സാമ്പാർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മീൻ ബീരിയാണ് കേട്ടോ. മീൻ ബീരിയും ഉപ്പേരിയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉപ്പേരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതും കൂട്ടിയിട്ട് ഞാൻ ഒരു പിടുത്തങ്ങ് പിടിക്കട്ടെ. പിന്നെ കുറച്ച് നേരം ഞാനൊന്ന് കിടന്നിട്ട് വൈകിട്ട് ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിച്ചു. പിന്നെ 6 മണിയാകുമ്പം റോസ്റ്റ് കഴിച്ചു. ഇന്നത്തെ ഡേ അവസാനിപ്പിച്ചു.